ഹലോ മക്കിൾസ്, നമ്മുടെ ആനുവൽ എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കാതെ നിങ്ങൾ ആരും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ എക്സാം ഹാളിലേക്ക് പോകരുത്. അതുകൊണ്ട് തന്നെ നിർബന്ധമായി പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മുടെ മോഷൻ അല്ലെങ്കിൽ ചലനം എന്ന ചാപ്റ്ററിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്സിലറേഷൻ, ത്വരണം കണ്ടെത്താൻ ഒരു പ്രോബ്ലം നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇങ്ങോട്ട് മാത്രം ശ്രദ്ധിക്കുക. ഇനി അധികം സമയം കളയാനില്ല, നമ്മൾ പരീക്ഷ അടുത്തെത്തി തുടങ്ങി. അപ്പോൾ ത്വരണം എന്നുള്ളത് കണ്ടെത്തുമ്പോൾ നമുക്ക് അവിടെ ആദ്യ പ്രവേഗം, അന്ത്യപ്രവേഗം, ഇനീഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ തന്നിരിക്കുന്ന ചിത്രത്തിലേക്ക് നോക്കി, ഈ ഒരു കാർ ഇവിടെ നിൽക്കുന്നു, കുറച്ച് സമയത്തിന് ശേഷം അത് ഇവിടെ എത്തിച്ചേരുന്നു. അങ്ങനെയെങ്കിൽ ഇതായിരിക്കും ആദ്യ പ്രവേഗം, ഇതായിരിക്കും അന്ത്യപ്രവേഗം. അതിൽ ആർക്കും ഒരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. അതായത് ആദ്യ പ്രവേഗത്തെ നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി എന്നും അന്ത്യപ്രവേഗത്തെ നമ്മൾ എന്ത് പറയുന്നു, ഫൈനൽ വെലോസിറ്റിയും. ഇതിലും കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഇനി ആദ്യ പ്രവേഗത്ത് യു എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു, അന്ത്യപ്രവേഗത്ത് നമ്മൾ ഏത് അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു, വി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇനി ഇത് സഞ്ചരിക്കാൻ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ടി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ഈ ഒരു ഇക്വേഷൻ ഇപ്പം നിങ്ങളെ മനസ്സിലേക്ക് കൂടിയെത്തിയിട്ടുണ്ടാവും. നമ്മൾ ഇക്വേഷൻ എന്താണ്, എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. അപ്പോൾ ഇത് വെച്ചൊരു പ്രോബ്ലം നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പം നമുക്കിതിനകത്ത് അറിയാവുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം, ത്വരണം സമം പ്രവേഗമാറ്റം ബൈ സമയം. ഇത് വെച്ച് നമുക്കത് ചെയ്യണ്ട. പകരം ഏത് ഇക്വേഷൻ മാത്രം ഉപയോഗിച്ചാൽ മതി, എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി, എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. ഇത് പഠിച്ചിട്ട് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നിന്നാണ് ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും വരിക. മക്കളെ നോക്കിക്കോളൂ, നമുക്കൊരു ക്വസ്റ്റ്യൻ വായിക്കാം. നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കുക, അധികം സമയം കളയണ്ട. നമുക്ക് ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചാൽ തന്നെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് അതൊക്കെ എടുത്ത് എഴുതാം. ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പരീക്ഷ എഴുതാൻ പറ്റും. അപ്പോൾ നോക്കിക്കോളൂ, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 30 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ സഞ്ചരിച്ച ഒരു ലോറി 5 സെക്കൻഡിനുള്ളിൽ നിശ്ചലമായെങ്കിൽ ത്വരണം കണ്ടെത്തുക. എ ലോറി ട്രാവലിംഗ് വിത്ത് എ വെലോസിറ്റി ഓഫ് 30 മീറ്റർ പെർ സെക്കൻഡ് കെയിം ടു റെസ്റ്റ് 5 സെക്കൻഡ്. 5 സെക്കൻഡ് കൊണ്ട് അത് നിശ്ചലാവസ്ഥയിലേക്ക് മാറി. അങ്ങനെ വാട്ട് ഈസ് ദ ആക്സിലറേഷൻ? നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതണം. ലോറി സ്റ്റാർട്ട് ചെയ്യുന്നത് 30 മീറ്റർ പെർ സെക്കൻഡിലാണ്. അതുകൊണ്ട് ആദ്യ പ്രവേഗം യു സമം 30 മീറ്റർ പെർ സെക്കൻഡ് ഇങ്ങനെ എഴുതി വെക്കണം. ഇനി അവസാനം 5 സെക്കൻഡിന് ശേഷം ആ ലോറി എന്ത് ചെയ്തു, നിശ്ചലാവസ്ഥയിലേക്ക് കെയിം ടു റെസ്റ്റിലേക്ക് മാറി. അതുകൊണ്ട് വി എന്ന് പറഞ്ഞാൽ 0 മീറ്റർ പെർ സെക്കൻഡാണ്. ഇനി ടൈം നമുക്ക് തന്നിട്ടുണ്ട്, 5 സെക്കൻഡ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതൊക്കെ ക്വസ്റ്റിനകത്ത് നമുക്ക് ഇവിടെ തന്നിട്ട് കണ്ടില്ലേ, 5. ഇനി നിശ്ചലമായി കണ്ടില്ലേ, കെയിം ടു റെസ്റ്റ്, അത് കേൾക്കുമ്പോൾ അത് 0. അപ്പോൾ യു എന്ന് പറഞ്ഞാൽ 30 മീറ്റർ പെർ സെക്കൻഡ്, വി എന്ന് പറഞ്ഞാൽ 0 മീറ്റർ പെർ സെക്കൻഡ്, ടി എന്ന് പറഞ്ഞാൽ 5 സെക്കൻഡ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിനകത്ത് എന്ത് തന്നിട്ടുണ്ട്, ഓൾറെഡി ഇവിടെ നോക്കുക, നമുക്ക് എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. ഇതാണ് നമ്മളെ സമവാക്യം, ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി വി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0 മൈനസ്, ഇവിടെ സൈൻ മൈനസ് എന്നാണ്, അതുകൊണ്ട് ഞാൻ മൈനസ് ഇട്ടു. ഇനി വി എന്ന് പറഞ്ഞാൽ യു എന്ന് പറഞ്ഞാൽ 30 മീറ്റർ പെർ സെക്കൻഡ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ 5 ആണ്. 0 നമുക്ക് എന്ത്, 0ന് നമുക്ക് 30 മൈനസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ മൈനസ് 30 തന്നെ എഴുതിയാൽ മതി ബൈ 5. 30ന് 5 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടി, 6 എന്ന് കിട്ടി. ഇവിടെ എന്ത് ചിഹ്നം ചേർക്കണം, മൈനസ് ചിഹ്നം ചേർക്കണം, മറക്കരുത്. ഇനി യൂണിറ്റ് എന്താണ്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതുകൊണ്ട് ത്വരണത്തിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി മൈനസ് വന്നുകൊണ്ട് ത്വരണം എന്ത് ചെയ്യാണ്, കുറയുകയാണ്, നിശ്ചലാവസ്ഥയിലേക്ക് മാറും. അതുകൊണ്ട് അതിനെ റിട്ടേർഡേഷൻ, മന്ദീകരണം, ഈ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നിന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് ഒറ്റ ക്വസ്റ്റ്യൻ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി, ആദ്യ പ്രവേഗം ഇനീഷ്യൽ വെലോസിറ്റി, ഫൈനൽ പ്രവേഗം ഫൈനൽ വെലോസിറ്റി, അല്ലേ, യു വി. അതോടൊപ്പം ആക്സിലറേഷൻ കാണാൻ ഇക്വേഷൻ എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. ഇനി അതോടെ അതിന് യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇനി ത്വരണം കുറയുകയാണെങ്കിൽ, മൈനസ് കിട്ടുകയാണെങ്കിൽ അത് ഏതായിരിക്കും, അത് മന്ദീകരണം, റിട്ടേർഡേഷൻ ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ പൊന്നുമക്കൾസ്, ഈ ക്വസ്റ്റ്യൻ പഠിക്കാതെ ഒരിക്കൽ പോലും നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് പോകരുത്. നിർബന്ധമായിട്ട് ഇത് പഠിക്കണം. എല്ലാവരും നല്ല ഉഷാറായിട്ട് പഠിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത എക്സാം അടിപൊളിയാക്കണം. നമ്മൾ മാരത്തോൺ ലൈവിലൊക്കെ കൂടുതൽ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യും. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് എക്സാം എഴുതുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.